PLC പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോളർ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ PLCയെ കുറിച്ചാണ്. PLC എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഫുള്ള് നമ്മൾ പറഞ്ഞു പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോളർ എന്നുള്ളതാണ്. ഈ PLC നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ PLC ഉപയോഗിക്കുന്നത്. അതായത് ഏതെങ്കിലും മെഷീൻ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന പ്രോസസ്സുകൾ കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് എന്ത്? PLC എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ PLC ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വർക്ക് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് പ്രോസസ്സ് നമുക്ക് ഓട്ടോമാറ്റിക് ആക്കി ഉപയോഗിക്കാം. അതേപോലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെഷീൻ്റെ ഫംഗ്ഷൻ ഇന്ന സമയത്ത് ഓൺ ആവണം, ഇന്ന സമയത്ത് ഓഫ് ആവണം, അല്ലെങ്കിൽ ലോഡ് കൂടുമ്പോൾ സ്പീഡ് കൂടണം, സ്പീഡ് കുറയണം, ആ രീതിയിലൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക് ആക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ PLC ഉപയോഗിച്ചിട്ട് സാധിക്കും. ഒരു PLCയുടെ വർക്കിംഗ് എങ്ങനെയെന്ന് ചോദിച്ചാൽ എങ്ങനെയാണ്? PLC എന്ന് പറഞ്ഞൊരു ഉപകരണത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? പ്രോഗ്രാം ചെയ്ത് കൊടുക്കും. നമ്മളൊരു പ്രോഗ്രാം ചെയ്ത് കൊടുക്കും. ആ പ്രോഗ്രാമിന് അനുപാതികമായിട്ടൊരു ഇൻപുട്ട് നമ്മൾ കൊടുക്കുമ്പോൾ എന്താണോ ഇൻപുട്ട് വന്നത് അതിനനുസരിച്ച് നമ്മൾ പ്രോഗ്രാം ചെയ്തതിനനുസരിച്ച് എന്ത് ചെയ്യും? ഔട്ട്പുട്ട് കിട്ടുന്നു. അതായത് എന്ത് ചെയ്യുന്നു? സെൻസർ വഴി അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻപുട്ട് വഴി നമ്മൾ എന്ത് ചെയ്യുന്നു? അതിലേക്കൊരു ഇൻപുട്ട് കൊടുക്കുന്നു. ഇൻപുട്ട് ഡിവൈസ് വഴി അല്ലെങ്കിൽ സെൻസർ വഴി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ PLCയിലേക്ക് നമ്മളൊരു ഇൻപുട്ട് കൊടുക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? ആ ഇൻപുട്ടിനനുസരിച്ച് ആ PLC പ്രോസസ്സ് ചെയ്യും. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? നമ്മൾ ആദ്യമേ ചെയ്ത് വെച്ച പ്രോഗ്രാമിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യും? ആ PLC വർക്ക് ചെയ്യുകയും നമുക്കൊരു ഔട്ട്പുട്ട് തരികയും ചെയ്യുന്നു. എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു മോട്ടറാണ്. ആ മോട്ടറും PLCയുമായിട്ട് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് പറഞ്ഞിട്ടുണ്ട്? എല്ലാ ദിവസവും 9 മണിയാകുമ്പോൾ ആ മോട്ടർ ഓൺ ആവണം. അതേമാതിരി ഒരു 9:10 ആകുമ്പോൾ ആ മോട്ടർ ഓഫ് ആവണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? PLCയിൽ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട്. 9 മണിയാകുമ്പോൾ മോട്ടർ ഓൺ ആവണം, 9:10 ആകുമ്പോൾ മോട്ടർ ഓഫ് ആവണമെന്ന്. അപ്പോൾ എന്താണ്? ഒരു ടൈമറുമായിട്ട് PLC കണക്ഷൻ കൊടുത്തിട്ടുണ്ടാവും. എപ്പോഴാണോ 9 മണിയാവുന്നത് അപ്പോൾ എന്ത് ചെയ്യുന്നു? PLCത്തെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും, മോട്ടറിലേക്ക് സപ്ലൈ പോകും. എപ്പോഴാണോ 9:10 ആവുന്നത് അപ്പോൾ എന്ത് ചെയ്യുന്നു? 9:10 ആയി എന്നുള്ള വിവരം PLCയിലേക്ക് കിട്ടുന്നു, മോട്ടറിലേക്കുള്ള സപ്ലൈ കട്ടാവുന്നു. അതുപോലെ ഓട്ടോമേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെന്ന് ഇപ്പോൾ നമ്മുടെ മോട്ടറുകളൊക്കെ ടാങ്കുകളൊക്കെ ആ ടാങ്കിൽ എന്താണ്? ഒരു നിശ്ചിത പരിധിയിൽ കുറവ് വെള്ളമാണുള്ളതെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം അതിലേക്ക് പമ്പ് ചെയ്യണം. അതേപോലെ ഒരു പരിധിയിൽ കൂടുതൽ വെള്ളം എത്തിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യും? ആ ടാങ്കിൽ ഒരു സെൻസർ വയ്ക്കും. ആ സെൻസർ PLCയുമായിട്ട് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു നിശ്ചിത പരിധിയിൽ വെള്ളം കുറവാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? സെൻസർ PLCയിലേക്ക് ഒരു ഇൻഫർമേഷൻ കൊടുക്കും വെള്ളം കുറവാണ് എന്ന്. അപ്പോൾ എന്ത് ചെയ്യുന്നു? PLCയിലെ വർക്ക് പ്രോസസ്സ് ചെയ്യുകയും മോട്ടർ ഓൺ ആവുന്നതിനുള്ളൊരു സപ്ലൈ കൊടുക്കുകയും ചെയ്യും. അതേപോലെ തന്നെ ടാങ്കിലെ സെൻസർ എപ്പോഴാണോ വെള്ളം ഒരു പരിധിക്ക് കൂടുതലാണ് എന്നൊരു ഇൻഫർമേഷൻ PLCയിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ PLC വീണ്ടും പ്രോസസ്സ് ചെയ്തിട്ട് എന്ത് ചെയ്യും? മോട്ടറിലേക്കുള്ള സപ്ലൈ ഓഫ് ആക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു PLCയുടെ ബേസിക് ആയിട്ടുള്ള വർക്കിംഗ് എന്ന് പറയുന്നത്. എല്ലാ വർക്കിങ്ങും ഓട്ടോമാറ്റിക് ആക്കുന്നതിന് വേണ്ടി ഓട്ടോമേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? PLC ഉപയോഗിക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ച് സെൻസർ വഴി അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻപുട്ട് ഡിവൈസ് വഴി കൊടുക്കുന്ന ഇൻപുട്ട് മുഖാന്തരം എന്ത് ചെയ്യുന്നു? PLCയിൽ കൊടുത്ത പ്രോഗ്രാം വർക്ക് ചെയ്യുകയും അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? ഒരു ഔട്ട്പുട്ട് കിട്ടുകയും ചെയ്യുന്ന രീതിയാണ് എന്തിനുള്ളത്? PLCക്ക് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ PLCയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ പണ്ട് കാലങ്ങളിൽ PLCക്ക് പകരം നമ്മൾ ഉപയോഗിച്ചിരുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആയിരുന്നു എന്ത്? റിലേ എന്നുള്ളത്. അപ്പോൾ റിലേയെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിന് മുമ്പത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. എന്താണ് റിലേ, അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ റിലേ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു? ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ സ്വിച്ചാണ്. റിലേ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ സ്വിച്ചാണ്. അതിന് 2 കോയിൽ ഉണ്ടാവുന്നത്, നോർമലി ഓപ്പണും നോർമലി ക്ലോസും. എന്നിട്ട് നമ്മൾ സപ്ലൈ കൊടുക്കുന്നതിനനുസരിച്ച് ആ കോയിലിൻ്റെ മൂവ്മെൻറ്റ് നോർമലി ഓപ്പണിൽ നിന്ന് ക്ലോസിലേക്ക് മാറും. അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യുന്നു? കണക്ഷൻ വർക്ക് ചെയ്യുന്ന രീതിയിൽ ഒരു ഇലക്ട്രിക്കൽ ഹാർഡ്വെയർ പോലെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു റിലേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അതിനെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് ഫുൾ ഓട്ടോമാറ്റിക് ആക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്ന ഒരു ഡിവൈസാണ് എന്ത്? PLC എന്ന് പറയുന്നത്. PLCയെ നമുക്ക് എന്ത് പറയാം? ഒരു മിനി കമ്പ്യൂട്ടറാണ് എന്ന് പറയാം. അപ്പോൾ എന്താണ്? നമുക്ക് ആ PLCയിൽ കൊടുത്ത പ്രോഗ്രാമിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? ആ PLC വർക്ക് ചെയ്യുന്നു. നമ്മൾ ഇൻപുട്ട് കൊടുക്കുമ്പോൾ PLCയിലേക്ക് ഇൻപുട്ട് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? അതിനനുസരിച്ച് ആ PLC പ്രോസസ്സ് ചെയ്യുകയും ഔട്ട്പുട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ പണ്ട് കാലങ്ങളിൽ PLCക്ക് പകരം നമ്മൾ ഉപയോഗിച്ചിരുന്ന ഏതായിരുന്നു? റിലേ ആയിരുന്നു. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് PLC ആണ്. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് എന്ത് നോക്കാം? ഈ റിലേക്ക് പകരം PLC ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണുള്ളത്? ഈ കാര്യങ്ങൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒരു
സാധാ കൺവെൻഷനൽ പാനൽ ബോർഡ് അല്ലെങ്കിൽ റിലേ ഉപയോഗിച്ചിട്ടുള്ള ഒരു പാനൽ ബോർഡും അതേപോലെ PLC ബേസ്ഡ് ആയിട്ടുള്ള ഒരു പാനൽ ബോർഡുമാണോ എന്നുണ്ടെങ്കിലുള്ള കമ്പാരിസൻ്റെ ചാർട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ ആദ്യത്തെ പറയുന്നത് എന്താണ്? പ്രൈസ് പെർ ഫംഗ്ഷൻ എന്നാണ്. പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്? രണ്ടിനും താരതമ്യേന എന്താണ്? കുറവ് തന്നെയാണ്. PLC ആണെന്നുണ്ടെങ്കിലും റിലേ ആണെന്നുണ്ടെങ്കിലും എന്താണ്? കമ്പാരിറ്റീവ്ലി PLCക്കും കൺവെൻഷനൽ പാനൽ ബോർഡിനും എന്താണ്? കോസ്റ്റ് എന്ന് പറയുന്നത് കുറവ് തന്നെയാണ്. ഫിസിക്കൽ സൈസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്മളൊരു വലിയ ഒരു ഫാക്ടറി മൊത്തം ഓട്ടോമാറ്റിക് ആക്കുന്ന സിസ്റ്റം ഒക്കെ വരികയാണ് എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണ്ടി വരും? റിലേ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ ഒരുപാട് റിലേസ് വേണ്ടി വരും. ഓരോ മെഷീനും ഓരോ മോട്ടറിനും എന്ത് വേണ്ടി വരും? സെപ്പറേറ്റ് റിലേസും കാര്യങ്ങളെല്ലാം വേണ്ടി വരും. അപ്പോൾ എന്താണ്? അതിൻ്റെ ഫിസിക്കൽ സൈസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വളരെ കൂടുതലായിരിക്കും. പക്ഷേ ഒരു PLC ബേസ്ഡ് സിസ്റ്റം ആകുമ്പോൾ എന്താണ്? അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഒരൊറ്റ പാനൽ ബോർഡിൽ തന്നെ നമുക്ക് 1, 2, 3 മോട്ടറുകൾ വേണമെങ്കിൽ കൺട്രോൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണ്? ഫിസിക്കൽ സൈസ് എന്ന് പറയുന്നത് റിലേക്ക് എന്തായിരിക്കും? കൂടുതലായിരിക്കും. PLC ബേസ്ഡിന് എന്തായിരിക്കും? കുറവായിരിക്കും. ഇനി ഓപ്പറേഷൻ സ്പീഡ് എന്ന് പറയുന്നതോ റിലേ സംബന്ധിച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ് റിലേ PLCയുടെ ഓപ്പറേഷൻ എന്തായിരിക്കും? വളരെ ഫാസ്റ്റ് ആയിരിക്കും. റിലേയുടെ ഓപ്പറേഷൻ എന്തായിരിക്കും? സ്ലോ ആയിരിക്കും. അപ്പോൾ ഓപ്പറേഷൻ്റെ സ്പീഡ് പറയുമ്പോൾ എന്താണ്? റിലേ ഉപയോഗിച്ചിട്ടാണ് എന്നുണ്ടെങ്കിൽ സ്ലോ ആയിരിക്കും. PLC ഉപയോഗിച്ചിട്ടാണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഫാസ്റ്റ് ഓപ്പറേഷൻ ആയിരിക്കും. അതേപോലെ ഇലക്ട്രിക്കൽ നോയ്സ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് എന്താണ്? കൺവെൻഷനൽ പാനൽ ബോർഡിൽ എക്സലൻ്റ് ആണ്. PLC ബേസിൽ എന്താണ്? ഗുഡ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ഇൻസ്റ്റാളേഷൻ പറയുമ്പോൾ റിലേ ഉപയോഗിച്ചിട്ടാണ് എന്നുണ്ടെങ്കിൽ എന്താണ്? ഒരുപാട് ടൈം. കാരണം ഒരുപാട് റിലേസ്, ഓരോ മോട്ടറിനും ഓരോ റിലേസ് അല്ലെങ്കിൽ ഓരോ ഡിവൈസിന് ഓരോ റിലേസ് കണക്ഷൻ കൊടുക്കുമ്പോൾ ഒരുപാട് വയറുകളും ഒരുപാട് ടൈമും കാര്യങ്ങളൊക്കെ എടുക്കും. അപ്പോൾ ഇൻസ്റ്റാളേഷൻ എന്താണ്? കൂടുതൽ ടൈം ഏതിനു വേണ്ടിയിട്ടാണ് വരിക? ഡിസൈൻ ചെയ്യുന്നതിനും ഇൻസ്റ്റാൾ ചെയ്യുന്നതിനൊക്കെ റിലേ ബേസ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. പക്ഷേ പാനൽ ബോർഡ് സിസ്റ്റം ആണെങ്കിൽ അല്ലെങ്കിൽ PLC ബേസ്ഡ് സിസ്റ്റം ആണ് എന്നുണ്ടെങ്കിൽ എന്താണ്? നമുക്ക് എളുപ്പത്തിൽ ഡിസൈൻ ചെയ്യാനും ഇൻസ്റ്റാൾ ചെയ്യാനും അതേപോലെ പ്രോഗ്രാം ചെയ്യാനൊക്കെ സാധിക്കും.